പ്രശാന്ത്, ഈ ഗുർപത്വാന്ത് സിംഗ് പന്നൂനെ അറിയുമോ? പിന്നെ ആ മുഴുവൻ പേര് കേട്ടിട്ടില്ലല്ലേ? പന്നൂൻ പന്നൂൻ എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ പറയാൻ ബുദ്ധിമുട്ടായിട്ട് പന്നൂൻ എന്നാക്കും. പിന്നെ പന്നൻ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അതാണ് ആ ചേരുന്നതെന്ന് തോന്നുന്നു. ഇപ്പം പിന്നെ കളിയങ്ങ് മാറിയിരിക്കുകയാണ് കേട്ടോ. ട്രംപിൻ്റെ കൊട്ടാരത്തിൽ ചെന്നാണ് കളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പിടിച്ചകത്തിടുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. പന്നൂൻ്റെ ഭാവി അവിടെ വെച്ച് തീരും. ഇങ്ങോട്ടേക്ക് കിട്ടിയിരുന്നേ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതിന് സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ തമാശ രൂപേണ തുടങ്ങിയെങ്കിലും വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. കാരണം അതിനകത്ത് രാഷ്ട്രീയക്കാരന് ആ വിഷയത്തെ വീക്ഷിച്ചാൽ വളരെ കൃത്യമായി ട്രംപിനിട്ട് തലക്കടിച്ച ഒരടിയാണ്. മനസ്സിലാകുന്നുണ്ട്? അതായത് ഇദ്ദേഹത്തിൻ്റെ വളരെ വലിയ വലിപ്പത്തിലുള്ള ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ്. വലിയ വലിപ്പം എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, അതായത് ലോക പ്രസിഡന്റ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിനെ എല്ലാവരും വിളിക്കുന്നില്ലെങ്കിലും മാനസികമായിട്ട് കണക്കാക്കുന്നത്. പല ഘട്ടങ്ങളിലും അങ്ങനെ പലവരും വിശേഷിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു പ്രസിഡന്റ് അത് ട്രംപ് ആകുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നു എന്ത് സംഭവിക്കും. അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികളെ ക്ഷണിക്കുന്നതിനകത്ത് പോലും ലോകത്ത് ചർച്ചയാക്കിക്കൊണ്ട് അതിഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പരിപാടി, അതായത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞ. ഇതിനകത്ത് ഒരാൾ നുഴഞ്ഞു കയറുന്നു, അല്ലെങ്കിൽ കാശ് കൊടുത്ത് ടിക്കറ്റ് തരപ്പെടുത്തി അകത്ത് കയറിയിട്ട് അതിനകത്ത് ഇരുന്നു കൊണ്ട് ഒരു ഭീകരവാദിയുടെ സ്വഭാവം വെളിയിലെടുത്ത് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. ഇത് പൊതുപരിപാടി, ഇപ്പം ട്രംപിൻ്റെ ഇലക്ഷൻ പരിപാടിയല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിപാടിയല്ല. ഏറ്റവും വലിയ സെക്യൂരിറ്റിയോട് കൂടിയുള്ള ഒരു പരിപാടി, ഏറ്റവും വിശേഷപ്പെട്ട പരിപാടി, ഏറ്റവും ലോകം ഉറ്റുനോക്കുന്ന പരിപാടി. അത്തരത്തിൽ വലിപ്പത്തിലുള്ള പരിപാടിയുടെ എല്ലാ വലിപ്പവും പിന്നെ ട്രംപിൻ്റെ എല്ലാ വലിപ്പവും ഇല്ലായ്മ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് അതിനെ മാറ്റുന്നതിന് വേണ്ടി ഇയാളുടെ ഈ മുദ്രാവാക്യം വിളിയോടുകൂടി കഴിഞ്ഞു. അതുപോലെ തന്നെ അയാൾക്കതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഖാലിസ്ഥാൻ വാദമാണ്. ആ ഖാലിസ്ഥാൻ വാദം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്കെതിരെയുള്ള ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രക്രിയയാണെന്ന് ലോകത്ത് വിളിച്ചു പറയാൻ, അതായത് ലോകം വിളിച്ചു പറയുന്ന പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടൊപ്പം ഇതും ചർച്ചയായി. ഇതൊരു വലിയ വിഷയമായിട്ട് ട്രംപ് ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഖാലിസ്ഥാൻവാദികളെ കഴിഞ്ഞ 4 കൊല്ലം അവിടെ വളരെ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് അവിടുത്തെ ഗവൺമെൻറ്റിന് വലിയൊരു പങ്കുണ്ട്. അയാളെ ഉപയോഗിച്ച് ഏതൊക്കെ അവസരത്തിൽ ഇന്ത്യയെ ആക്ഷേപിക്കാമോ ആ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും ആ ഗവൺമെൻറ് ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇൻ്റർനെറ്റിൽ പരതിയാൽ ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് ബോംബ് വെക്കണം, ഇന്ത്യയുടെ നഗരങ്ങൾ നശിപ്പിക്കണം, ഇന്ത്യയുടെ ഭരണാധികാരികളെ ഇല്ലായ്മ വേണം, ഇന്ത്യയെ വിഭജിക്കണം, കാശ്മീർ വിഷയത്തിനകത്ത് പാകിസ്ഥാനിന് സഹായമാകുന്ന രീതിയിലുള്ള പ്രചോദനം, അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യക്കകത്ത് വിഘടനവാദം ഉണ്ടാക്കുന്നതിനും ഇന്ത്യക്കകത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിനും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് പല ഘട്ടങ്ങളിലായിട്ട് രാജ്യത്തുടനീളം പൈസ കൊടുക്കുന്നതിൻ്റെ കൂടെ ഇന്ത്യയിലും പണം കൊടുക്കുന്ന ഒരു കൃത്യമായ ആളായിട്ട് പന്നുനെ ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. പന്നുൻ്റെ കൂടെ തന്നെ വളരെ കൂടുതലായിട്ട് നമ്മൾക്കാവശ്യമുള്ള ഇവിടെ വിധ്വംസ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഇവിടുത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ കൊല്ലുന്നതിന് ആഹ്വാനം ചെയ്യുകയും, അല്ലെങ്കിൽ നമ്മുടെ തന്ത്രപ്രധാനമായ മേഖലയിൽ ബോംബ് വയ്ക്കണമെന്നും അല്ലെങ്കിൽ ഇന്ത്യയെ വിഭജിക്കണമെന്നും കാശ്മീർ വിഷയത്തിലൊക്കെ ഇടപെടണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ കൂടുതലായിട്ടുള്ള ക്രിമിനൽസിനെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അത് കാനഡയ്ക്കും കൊടുത്തിട്ടുണ്ട്, ഒരു ഘട്ടത്തിൽ അമേരിക്കയ്ക്കും കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കാനഡയുടെയോ അമേരിക്കയുടെയൊക്കെ പൗരത്വം സ്വീകരിച്ചിട്ട് അവരുടെ സപ്പോർട്ടോടുകൂടി അവിടെ നിന്ന് ബിസിനസ് ചെയ്ത് ആ രാജ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യയെ വിഭജിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഒരു കാര്യം ആലോചിക്കണം സാറേ, ഇത് ഇന്ത്യക്ക് അമേരിക്കയുടെ വിഭജിക്കുന്നതിന് വേണ്ടി അമേരിക്കക്കെതിരെ കാര്യം പറയുന്ന ഒരാൾക്ക് ഇന്ത്യ സംരക്ഷണം കൊടുത്താടുത്ത അവസ്ഥ എന്തോ? അമേരിക്ക ഇവിടെ കയറിയാളെ എടുത്തുകൊണ്ട് പോകത്തില്ലേ? അല്ലെങ്കിൽ അമേരിക്ക അതിൻ്റെ രീതിയിലുള്ള ലോകത്തിനെ കൊണ്ട് ആ കാര്യത്തിനകത്ത് ഇടപെടിക്കത്തില്ലേ? ഇത് അമേരിക്കൻ പൗരത്വമുള്ള ഒരാൾക്ക് അമേരിക്ക ആവശ്യപ്പെടുന്നത് ലോകം മൊത്തമുള്ള
ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ പോരാടുന്ന രാജ്യം, അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന് അനുകൂലമായിട്ട് പറയുന്ന രാജ്യം, എവിടെ ജനാധിപത്യം പോയോ എന്ന് നോക്കി ഇടപെടുന്ന രാജ്യം, അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾ എങ്ങനെ നയതന്ത്ര ബന്ധം കൊണ്ടു നടക്കണമെന്ന് പറയുന്ന രാജ്യമാണ് ഈ അമേരിക്ക തന്നെയാണ്. അവർക്ക് താല്പര്യമില്ലാത്തവരെയും അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരെ അവർക്ക് ഇല്ലായ്മ ചെയ്യണമെന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഇതുപോലുള്ള ഭീകരന്മാരെ കയ്യിലാക്കി വെച്ചേക്കുന്നതിന് ഉദാഹരണമാണല്ലോ ഈ പന്നൻ. ഈ പന്നൻ എന്ന് പറയുന്നവൻ ഈ ഇന്ത്യക്കെതിരെ നീങ്ങുന്നു. അല്ലെങ്കിൽ ഖാലിസ്ഥാൻ വാദം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗം, പ്രധാനമായിട്ടും പഞ്ചാബ്, അല്ലെങ്കിൽ പഞ്ചാബ് ഒരു പ്രത്യേക രാജ്യമാകണം, അതിനകത്ത് കുറേ ഭാഗം പാകിസ്ഥാൻ്റെ വരുമെന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ ചില. എന്നാലും നമ്മുടെ ഒരു സംസ്ഥാനം ഒരു പ്രത്യേക രാജ്യമാക്കുന്നതിന് വേണ്ടി വളരെ കാലയെ കൂട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ആ പ്രവർത്തനത്തിന് ഇന്ത്യയിൽ പഴയതുപോലെ ഗ്രിപ്പില്ല, ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല എന്ന് കാണുമ്പോൾ ഇവിടെ നിന്ന് മാറി അമേരിക്കയിൽ നിൽക്കുന്നു, അമേരിക്കയിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നു, അവിടെ നിന്ന് ബിസിനസ്സുകൾ ചെയ്തും അല്ലെങ്കിൽ അവിടെ താല്പര്യത്തിനനുസരിച്ച് കണ്ടമാനം പണം ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇത് അമേരിക്കയുടെ സഖ്യരാജ്യമായ കാനഡയിൽ നടക്കുന്നു. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ കൂടി ഈ ഖാലിസ്ഥാൻ വാദത്തിനെ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ഈ പ്രൊമോഷനാണ് നമ്മുടെ ഈ ഖാലിസ്ഥാൻവാദികളുടെ പ്രൊമോഷനായിരുന്നു നമ്മുടെ ഇന്ത്യക്കകത്ത് ഏറ്റവും ഉയരത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കലാപം, കർഷക സമരം. അല്ലെങ്കിൽ ആ സമരം, കർഷക സമരത്തെ ഈ ഖാലിസ്ഥാൻവാദം അല്ലെങ്കിൽ ഖാലിസ്ഥാൻവാദം ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന, ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതല്ലേ നമ്മൾ കണ്ടത്. അതായത് ഇവിടുത്തെ കർഷകർ അവരെ തെറ്റിദ്ധരിപ്പിച്ചാൽ ഏറ്റവും വലിയൊരു സമരവും കലാപവും നടത്താൻ പറ്റുന്നത് അവരെ കൊണ്ടാണെന്ന് കണ്ട് ആ കർഷകർക്കിടയിലേക്ക് ഖാലിസ്ഥാൻവാദികൾ നുഴഞ്ഞു കയറി അവരുടെ അജണ്ട പാസ്സാക്കുന്നതിനും ഇന്ത്യയിലുടനീളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ അട്ടിമറിച്ച് ഇവർക്കുതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അമേരിക്കയെ താല്പര്യപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യങ്ങൾ താല്പര്യപ്പെടുന്ന രീതിയിൽ നമ്മുടെ ആഭ്യന്തര ശത്രുക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് കർഷക സമരത്തെ ഉപയോഗിക്കാൻ ഖാലിസ്ഥാൻവാദം വന്നു. ഈ ഖാലിസ്ഥാൻവാദം ഇവിടെ പ്രൊമോട്ട് ചെയ്തു. ഈ ഖാലിസ്ഥാൻവാദത്തിന് വേണ്ട പ്രൊമോഷൻ നമ്മളീ പറഞ്ഞ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ആഭ്യന്തര ശത്രുക്കൾ, അല്ലെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയക്കാരുടെ മുഖമുള്ള കെജ്രിവാൾ, രാഷ്ട്രീയക്കാരൻ്റെ മുഖമുള്ള ഈ പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ഇവരെല്ലാം കൂട്ടുന്നില്ലേ? ഈ പന്നൻ തന്നെയല്ലേ പറഞ്ഞത് ഞങ്ങൾ 332 കോടി രൂപ കെജ്രിവാളിന് കൊടുത്തെന്ന്. കെജ്രിവാൾ അകത്ത് കിടന്നപ്പോൾ അയാളെ വിളിച്ച് പറഞ്ഞ് പഞ്ചാബ് ഇലക്ഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു, ഞാനാണ് കൊടുത്ത 332 കോടി. അത് ശരിവെക്കുന്നതാണല്ലോ പഞ്ചാബ് തെരഞ്ഞെടുപ്പ്. അതിനുശേഷം അവിടുന്ന് ജയിച്ചു വന്ന ഈ പറയുന്ന അവിടുത്തെ ജയിലിൽ കിടന്നുകൊണ്ട് ജയിച്ച MP ആരാ? അതിനുശേഷമല്ലേ അവിടെ ഖാലിസ്ഥാൻ വാദമെന്ന് പറഞ്ഞ് അവിടുത്തെ മാൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ വീണ്ടും ഒരു ഖാലിസ്ഥാൻ പ്രമോഷൻ പരസ്യമായിട്ട് പഞ്ചാബ് എന്ന് പറയുന്ന ഇന്ത്യയിൽ വീണ്ടും ഉണ്ടായത്. അവിടെ ഒരു ഭിദ്രൻ ബാല വീണ്ടും ഉണ്ടായില്ലേ? അയാളല്ലേ ഇപ്പം ജയിലിൽ കിടന്ന് ജയിച്ച് വളരെ ഭൂരിപക്ഷം ജയിച്ച് MP ആയിട്ടിരിക്കുന്നത്. അവനവിടെ ഒരു പാർട്ടി ഉണ്ടാക്കിയില്ലേ? ആ പാർട്ടി എന്ന് പറയുന്നത് വീണ്ടും ഖാലിസ്ഥാൻ വാദത്തെ പ്രൊമോട്ട് ചെയ്യുന്നതല്ലേ? അതിൻ്റെ നേതാക്കന്മാരെ നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയെ കൊന്ന ആളുടെ മകനും, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ലൈനിൽ നിൽക്കുന്ന ഇന്ത്യ ലൈനിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ? ഇതിനു വേണ്ടി ഫണ്ട് കൊടുത്താരാ? ഈ ഖാലിസ്ഥാൻവാദികൾ. ആ ഫണ്ട് ഏറ്റെടുത്ത് അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിച്ചാരാ? ആം ആദ്മി പാർട്ടി. അതിൻ്റെ നേതാവാരാ? ഈ അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള ഒരു വളരെ കൃത്യമായ ജനാധിപത്യ സംവിധാനത്തിനകത്തുകൂടി തന്നെയും ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു സംവിധാനം ഇത്. അല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തിന് വേണ്ടി അതിന് കൂട്ടുനിൽക്കുക ഈ പറഞ്ഞ അമേരിക്ക. അതുകൊണ്ടാണ് ഇവിടുത്തെ വിദേശകാര്യമന്ത്രിക്കെതിരെ കേസ് കൊടുപ്പിക്കുന്നത്. വേറെ വിദേശകാര്യമന്ത്രിയെ ഇന്ത്യയെ താറടിക്കുന്നതാണ്. അയാൾക്ക് അവിടുത്തെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒരു ഇന്ത്യയെ പോലുള്ള രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രിക്ക് അറസ്റ്റ് വാറണ്ട് അയപ്പിക്കുമോ? അതും പന്നുവിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കുമോ? ഈ പന്നും തന്നെ കാനഡ നയിക്കുന്ന രാജ്യം ട്രൂഡോയായിട്ട് സംസാരിക്കുമോ? ഒരു പന്നൻ നമ്മൾ ആവശ്യപ്പെട്ട, നമ്മൾ വില വച്ചിരിക്കുന്ന ഭീകരൻ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നവനെ അമേരിക്കയുടെ അല്ലെങ്കിൽ പ്രസിഡൻറ്റുമായിട്ടും കാനഡ പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ നേരിട്ട് ബന്ധം, എന്നിട്ട് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. ഇയാൾ തന്നെയാണ് ഈ പറയുന്നത് പോലെ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനകത്ത് കയറി, ലോകം വിഷിഞ്ഞ് സത്യപ്രതിജ്ഞാ ചടങ്ങിനകത്ത് കയറി ക്യാമറയ്ക്ക് മുമ്പിലൂടെ ഈ പാൽപ്പായസത്തിൽ പല്ല് കൂറിയ പോലെ ഒന്നായിപ്പോയി. സത്യപ്രതിജ്ഞാ ചടങ്ങിനകത്ത് ഇന്ത്യക്കെതിരെ ഖാലിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നു. ലോകമാധ്യമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് തന്നെ ഒരു അഭിമാനത്തിൻ്റെ, ഇന്ത്യക്കല്ലല്ലോ അഭിമാന പ്രശ്നം സാറേ, അതിന് ആ അമേരിക്കയുടെ അഭിമാന പ്രശ്നമായിട്ട് മാറത്തില്ലേ? ഇന്ത്യക്ക് ഇത് നിരന്തരമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ ഇയാൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇയാൾ ബൈഡൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കെതിരെ നിരന്തരമായിട്ട് സംസാരിക്കുക, നമ്മൾ പറയുന്നുണ്ട് അവനെ വിട്ടുക. ഇന്ത്യക്ക് അഭിമാന പ്രശ്നം എന്ന് പറയാൻ ഇവിടെ നിന്ന് സംസാരിക്കുക എടുത്തോളം ഉണ്ടെങ്കിൽ
പന്നൻ ഇവിടെ വന്നൊന്ന് സംസാരിക്കട്ടെ, നമ്മുടെ അഭിമാന പ്രശ്നം അന്നേരം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഏറ്റവും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അഭിമാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രംപിനെ നമ്മൾ പറയത്തില്ല ആസാക്കുവാണ്. നമ്മൾ ചില നാടൻ ഭാഷയുണ്ട് ആസ. ട്രംപിനെ ഇല്ലായ്മ ചെയ്തില്ലേ സാറേ? അത്രയും വലിയൊരു പരിപാടിക്കകത്ത് ഒരു ഭീകരവാദി എന്ന് പറയുന്നവൻ കയറിയിരുന്നിട്ട് ഭീകരവാദിയുടെ മുദ്രാവാക്യം വിളിക്കുക എന്ന് പറഞ്ഞാൽ ട്രംപ് ആരായി? അമേരിക്കൻ പ്രസിഡന്റ് ഭീകരവാദത്തിനെതിരെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ചടങ്ങിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തി പറയുന്നു. അത് ഇന്ത്യക്കെതിരെ പറഞ്ഞാലും എന്തിനെതിരെ പറഞ്ഞാലും അത് അനുവദിക്കാൻ പറ്റുന്ന ഒരു ചടങ്ങാണോ അത്? അപ്പോൾ അത്രയ്ക്ക് വലിപ്പമുള്ള ആ ചടങ്ങിന്. അപ്പോൾ ഈ ചടങ്ങിനകത്ത് പന്നൻ വിളിച്ച മുദ്രാവാക്യം നമ്മൾ പറയുന്ന ഡെമോക്രാറ്റ്സ് വിളിച്ചത് തന്നെയാണ്. ഈ ട്രംപിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് തന്നെയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഡെമോക്രാറ്റ്സിന് താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് നോട്ടം വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന പന്നൻ കളിച്ച കളിക്ക് ഒരുപക്ഷെ പന്നൻ വലിയ വില കൊടുക്കേണ്ടി വരും. ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ പന്നനെ നാളെ കാലത്ത് ഇന്ത്യ മഹാരാജ്യത്തിന് കൈമാറുന്നതിനും അവിടുത്തെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ അംഗത്വം ക്യാൻസൽ ചെയ്യുന്നതിനുമൊക്കെ ഈ ട്രംപ് തയ്യാറായാൽ അതിശയിക്കപ്പെടാനൊന്നുമില്ല. കാരണം ട്രംപിന് കഴിഞ്ഞ 4 കൊല്ലവും അതിനുശേഷമുള്ള ഭരണമില്ലാത്ത 4 കൊല്ലവും ഇനിയും വരുന്ന 4 കൊല്ലവും ഒക്കെ ഏക്കാൻ സാധ്യത, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ 8 കൊല്ലം അനുഭവിച്ച വേദന അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിനകത്ത് ആ പ്രശ്നത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ് ഈ പന്നൻ ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഇപ്പം ലോകത്തുരുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ ഉന്നം വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് യൂനസിൻ്റെ പുറകെ കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിൻ്റെ ഭരണാധികാരി കൂടെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രൂഡോ തറയിൽ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വലതുപക്ഷ ചായ്വുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരെ പോലും അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചതും അത്ര വലുപ്പത്തിൽ ആ സത്യപ്രതിജ്ഞ കൊണ്ടുപോകാൻ തീരുമാനിച്ചതും അല്ലെങ്കിൽ ഈ ഒബാമയുടെ ഭാര്യയെ വിളിക്കാതിരുന്നതും ആ വലിയ വലിപ്പത്തിൽ കണ്ട സത്യപ്രതിജ്ഞയ്ക്കകത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ആ പ്രശ്നം ഒരു പക്ഷേ ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്വഭാവമനുസരിച്ച് വലിയ വലിപ്പത്തിൽ ഇടപെടുകയും പന്നൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയൊക്കെ ചെയ്യുന്നുവെന്നാണ് ഇപ്പോഴത്തെ ദേശീയ മാധ്യമങ്ങളുടെ വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.